Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീറ്ററും മിക്സി ഒന്നും യൂസ് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്കിലേക്കുള്ള ക്രീം എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഞാൻ ഫ്ലവർ പൈപ്പ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യാണ്. നെയ്യ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെയുള്ള സ്പൂണിൽ ഒരു 4 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അസീലിൻ്റെ വെജിറ്റബിൾ ഗീ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഏത് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിനി ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചാലും നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടും. അപ്പോൾ ഈ നെയ്യ് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇതേപോലെ ഫോർക്ക് യൂസ് ചെയ്തിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് ഇത് ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ കട്ടയെല്ലാം ഉടച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ സ്പീഡിൽ തന്നെ നമുക്ക് ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് കുറച്ചൊന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ തരിയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തപ്പോൾ ആദ്യം ഇതിന് യെല്ലോ കളറായിരുന്നു. ഇപ്പോൾ കളറൊക്കെ മാറി ഒരു നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഐസിങ് ഷുഗർ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതിലേക്ക് 1 കപ്പ് ഐസിങ് ഷുഗറാണ് വേണ്ടത്. ഐസിങ് ഷുഗർ ഇപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ട ഐസിങ് ഷുഗറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് കൂടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസിയാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഒരു റാസ്ബെറിയുടെ എസൻസ് ചേർക്കുന്നുണ്ട്. ആ ഫ്ലേവറിലുള്ളതാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് എന്തായാലും ചേർക്കണം. കാരണം ഇത് നമ്മൾ നെയ്യ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ നെയ്യുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എസൻസ് എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അഥവാ ഇതിൽ കുറച്ച് വെള്ളം, അതായത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് അങ്ങ് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വല്ലതും പാലൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നമുക്ക് കേക്കിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പാകത്തിന് ആയി കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ടാണുള്ളത്. ഞാനിനി ഇത് ഒരു ഐസിങ് ബാഗിലേക്ക് മാറ്റാം. എന്നിട്ടിത് പൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ സ്പാച്ചുലയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് താഴേക്ക് ആക്കിയാൽ പോലും താഴേക്ക് വീഴില്ല. അത്രയ്ക്ക് നല്ല സ്റ്റിഫായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാറിൻ്റെ നോസിൽ എടുത്തിട്ടുണ്ട്. ഇത് വിൽട്ടൻ്റെ ഒരു നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1B എന്നാണ് ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഓരോരുത്തർ നോസിലിൻ്റെ നമ്പർ ചോദിക്കാറുണ്ട്.
ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇത് പൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ റോസറ്റ് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാനും എല്ലാം നല്ല പോലെ തന്നെ ഈ ക്രീം നമുക്ക് സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. ഇനി ഇവിടെ ഞാൻ ഒരു R11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോസിലാണ് പെറ്റൽസ് പൈപ്പ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലവർ നെയിലിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിൽ തയ്യാറാക്കുന്നതും ഇട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ 2 രീതിയിൽ മറ്റൊരു 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടനൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കല്ലേ. Thank you.